നമസ്കാരം. സൺഡേ വിത്ത് സെൽമയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് തനി നാടൻ സ്റ്റൈലുള്ള ചെമ്മീൻ തീയൽ. ചെമ്മീൻ അഥവാ കൊഞ്ചുകൊണ്ട് വറുത്തരച്ച തീയൽ. ഇതിലേക്കുണ്ട ചേരുവകൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ചെമ്മീൻ വൃത്തിയാക്കിയത് 1/2 കിലോ, മുരിങ്ങയ്ക്ക നീളത്തിൽ കട്ട് ചെയ്തത് 4 എണ്ണം, നാളികേരം ചിരകിയത് 1 എണ്ണം, വാളൻപുളി അഥവാ പിഴിപുളി 1 നെല്ലിക്ക വലിപ്പത്തിലെടുത്ത് 10 മിനിറ്റോളം 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കുതിർത്തിയതിന് ശേഷം അരിച്ചെടുത്ത വെള്ളം, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, പെരിഞ്ജീരകം 1/2 ടീസ്പൂൺ, കുരുമുളക് 1 ടീസ്പൂൺ, കടുക് 1/4 ടീസ്പൂൺ, ഇഞ്ചി തിന്നായിട്ട് സ്ലൈസ് ചെയ്തത് 1 ചെറിയ കഷ്ണം, പച്ചമുളക് 2 പിളർന്നത് 4 എണ്ണം, ചെറിയ ഉള്ളി 4 പീസുകളായിട്ട് കട്ട് ചെയ്തത് 1 കപ്പ്, ചെറിയ ഉള്ളി വളരെ തിന്നായിട്ട് വട്ടത്തിൽ കട്ട് ചെയ്തത് 6 എണ്ണം, ടൊമാറ്റോ ചെറുതായിട്ട് കട്ട് ചെയ്തത് 1 എണ്ണം, കറിവേപ്പില 6 തണ്ട്, ഉപ്പ് ആവശ്യത്തിന്, വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ, വെള്ളം 1/2 കപ്പ്. ആദ്യം തന്നെ നമുക്ക് അരപ്പിന് വേണ്ട നാളികേരം വറുത്തെടുക്കാം. ഇതിനു വേണ്ടി ഒരു ഫ്രൈങ് പാനിലോട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന നാളികേരം നമ്മൾ തിന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയിൽ നിന്ന് കുറച്ച് ചെറിയ ഉള്ളി, കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, കറിവേപ്പിലയിൽ നിന്ന് 2 തണ്ട് കറിവേപ്പില എന്നിവയിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നാളികേരം വറുത്തെടുക്കുക. നല്ല മൂത്ത നാളികേരമാണ് ഇതിനു വേണ്ടി നല്ലത്. നാളികേരം വറുക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ എല്ലാ വശവും ഒരുപോലെ ഫ്രൈ ആയി കിട്ടും. നാളികേരം കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. കരിഞ്ഞു പോയാൽ ടേസ്റ്റിന് വളരെ വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ നാളികേരത്തിൻ്റെ കളർ ചേഞ്ചായി തുടങ്ങിയിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കുരുമുളകും പെരിഞ്ജീരകവും ഇട്ട് വഴറ്റുക. വലിയ ജീരകമാണ് പെരിഞ്ജീരകം. ഇതിങ്ങനെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. നാളികേരം ഇപ്പോൾ നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. ഫ്ലെയിമിന് വളരെ കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മസാലപ്പൊടികൾ ആഡ് ചെയ്യും. മല്ലിപ്പൊടി, കാശ്മീരി മുളക് പൊടി, എടുത്തു വച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടിയിൽ നിന്ന് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവയിട്ട് നന്നായിട്ട് വഴറ്റുക. മുളക് പൊടിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. മസാലപ്പൊടികൾ നിങ്ങൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. മസാലപ്പൊടികളുടെ പച്ചമണമെല്ലാം മാറി നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ചൂടാറാൻ വേണ്ടി ഫ്രൈങ് പാനിൽ നിന്നും വേറൊരു പരന്ന പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. ചൂടുള്ള ചട്ടിയിൽ തന്നെ ഇരുന്നാൽ നാളികേരം കൂടുതൽ മൂത്തുപോകും. ചൂടാറിക്കഴിയുമ്പോൾ ഗ്രൈൻഡറിൻ്റെ ജാറിലോട്ടിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം.
നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ ഗ്രൈൻഡറിലിട്ട് അരച്ചെടുത്ത അരപ്പാണിത്. നമുക്കിനി തീയലുണ്ടാക്കാം. ഇതിനു വേണ്ടി ഒരു കുക്കിംഗ് പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക. നമ്മുടെ നാടൻ കറികൾക്കെല്ലാം വെളിച്ചെണ്ണയാണ് കൂടുതൽ രുചി. എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ തിന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബാക്കിയുള്ള ചെറിയുള്ളി ഇട്ട് വഴറ്റുക. ഉള്ളി നല്ല ഗോൾഡൻ ഷെയ്ഡ് ആയി കഴിയുമ്പോൾ തീയിൽ ഓയിൽ വച്ചതിന് ശേഷം 2 തണ്ട് കറിവേപ്പിലയും എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽമുളകും ഇട്ട് വഴറ്റുക. ഇത് നമുക്ക് കോരി മാറ്റി വയ്ക്കാം. ഇത് തീയൽ തയ്യാറാക്കിയതിന് ശേഷം അവസാനം നമുക്ക് ആഡ് ചെയ്യേണ്ടതാണ്. ഈ സെയിം പാനിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 1 കപ്പ് ചെറിയ ഉള്ളിയും പച്ചമുളക്, ബാക്കിയുള്ള 2 തണ്ട് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ് എന്നിവയിട്ട് വഴറ്റുക. ഉള്ളി സോഫ്റ്റായി ഒന്ന് വാടുന്നത് വരെ വഴറ്റുക. ഇതിലോട്ട് ബാക്കിയുള്ള 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് വഴറ്റുക. ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഇട്ട് മിക്സ് ചെയ്യുക. ടൊമാറ്റോ കുറേ സോഫ്റ്റ് ആകണ്ട. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുരിങ്ങക്കായ ഇട്ട് മിക്സ് ചെയ്യുക. ഇതിലോട്ടിനി 1 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് മുരിങ്ങയ്ക്ക പകുതി വരുന്നത് വരെ കുക്ക് ചെയ്യുക. മുരിങ്ങയ്ക്ക പകുതി വെന്ത് കഴിയുമ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലോട്ട് നമ്മൾ അരച്ചു വെച്ച അരപ്പിട്ടതിന് ശേഷം ഇതുപോലെ അരപ്പരച്ച ജാറിലോട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് കഴുകി കറിയിലോട്ട് ഒഴിക്കുക. കറി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് 8 മിനിറ്റ് കുക്ക് ചെയ്യുക.
ചെമ്മീൻ വെന്ത് ചാറിപ്പോൾ കുറുകിയിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പുളിവെള്ളം ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. പുളിവെള്ളം ആദ്യം ഒഴിച്ചാൽ കഷ്ണങ്ങൾ വേകാൻ സമയമെടുക്കും. ഈ സമയത്ത് കറിക്ക് ഉപ്പുണ്ടോ എന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. സ്വല്പം ഉപ്പും കൂടി വേണം. ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഗ്രേവി ഇപ്പോൾ നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കടുകിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമുക്കിന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ചെമ്മീൻ തീയൽ റെഡി ആയിട്ടുണ്ട്. ഇതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റി ചൂടോടുകൂടി സെർവ് ചെയ്യുക. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ചെമ്മീൻ തീയൽ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.